അതുകൊണ്ടാണ് ധ്യാന ശുശ്രൂഷയിലെ കണ്ടിട്ടില്ലേ, നമ്മൾ വേറെ ഒന്നുമല്ല, കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. എന്തിനങ്ങനെ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതൽ സംഭവിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? പൈശാചിക പീഡകൾ വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിൽ, ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പീഡയുണ്ടെങ്കിൽ, ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി, രാത്രി ഒരു 11 മണിയായപ്പോൾ ഫോൺ കോൾ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെയാണ്. ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എത്രയും വേഗം ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അവിടം വരെ എത്തും? ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യണം. എനിക്ക് പരിചയമുള്ള കുടുംബം. അപ്പോൾ അവർ ആ പരിചയ സ്വാതന്ത്ര്യം കൊണ്ട് പറയുക, അച്ഛൻ എത്രയും വേഗം ഇവിടെ എത്തണം, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഒന്നില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ വെട്ടി എരിഞ്ഞു കൊല്ലും. ഭാര്യനെ വെട്ടി എരിഞ്ഞു കൊല്ലുമെന്ന്. ഇവരെ കണ്ടാലുണ്ടല്ലോ ചക്കരയും അടയും, നല്ല സ്നേഹമുള്ളവരാ. പക്ഷെ വഴക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ ആരെങ്കിലും ചെന്ന് ഈ രാത്രിയിൽ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞു, സഹോദര വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ, ആത്മഹത്യയല്ലല്ലോ വഴി, വെട്ടിക്കൊല്ലുന്നതല്ലല്ലോ വഴി. നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചിരിക്കുന്നത്. അച്ഛാ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഞാൻ ചെയ്തു പോകും. ഞാൻ പറഞ്ഞു, സഹോദര ഇവിടുന്ന് അവിടം വരെ വരവൊന്നും നടക്കത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ജീവിക്കണോ, മുമ്പോട്ട് നീങ്ങണോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളവരൊന്നും അല്ല കേട്ടോ, 35 വർഷം കഴിഞ്ഞു. 35 വർഷം കഴിഞ്ഞു. മൂത്തമോൻ്റെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തതിൻ്റെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവരാ. 35 വർഷം. ചേച്ചിയെക്കുറിച്ച് അല്ലെന്ന് ചേച്ചി വിചാരിച്ചു, ദൈവമേ എന്നെക്കുറിച്ച് എങ്ങനെ ഇവിടെ അറിഞ്ഞു? അല്ലെന്ന്. ഇവിടെ 4 മണിക്കൂർ യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേട്ടാ വിഷമിക്കല്ലേ, നിങ്ങളുടെ പരിശവും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി, അത്രയും പ്രശ്നം ഉണ്ടെന്നറിയാം. ഒരു കാര്യം ചെയ്യൂ. എന്നതാ ചെയ്യേണ്ട അച്ഛൻ? പ്രാർത്ഥിക്കാനൊന്നും പറയരുത്, എനിക്ക് പ്രാർത്ഥനയൊന്നും കിട്ടത്തില്ല, ഈ സമയത്ത് പ്രാർത്ഥനയൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയൊന്നും വേണ്ട, ശാന്തമായിട്ടിരുന്നേ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, യേശു. ഞാൻ പറഞ്ഞു, സഹോദര പറ യേശു. ഫോണിൽ കൂടെ യേശു ഇങ്ങനെ സാവധാനം പറ, യേശുവിൻ്റെ പേര് പറയൂ. ഈ സഹോദരൻ ആദ്യം ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ കുറഞ്ഞു. ഒരു 10-15 തവണ ഈ യേശുവിൻ്റെ നാമം അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ വ്യത്യാസം മനസ്സിലായി. അദ്ദേഹം ശാന്തമാകാൻ തുടങ്ങി. വെട്ടിക്കൊല്ലണം, തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് യേശുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം രക്ഷിക്കുന്നവനെന്നാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ രക്ഷിക്കുമെന്ന്, നിന്നെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന്.